അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. കോഴിക്കോട് കടപ്പുറം മറ്റൊരു ചരിത്ര കാഴ്ചക്ക് കൂടി സാക്ഷിയാകാൻ പോവുകയാണ്. ഏതാനും കഴിഞ്ഞ വർഷം നമ്മൾ വഖഫ് റാലി സംഘടിപ്പിച്ചു. സംസ്ഥാന ഗവൺമെൻറ് വഖഫ് നിയമത്തിനെതിരെ വാളെടുക്കാൻ തയ്യാറായപ്പോഴാണ് അന്ന് നമ്മളത് സംഘടിപ്പിച്ചത്. ആ റാലി ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമായി മാറി. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും വഖഫിനെ സംബന്ധിച്ച് ഒരു നിയമം തന്നെ പാസ്സാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിലവിലുള്ള വഖഫ് നിയമമുണ്ട്. ആ വഖഫ് നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി പുതിയ ഭേദഗതികളുമായി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു. അവരുടെ ഭൂരിപക്ഷം പ്രകാരം അതവിടെ പാസ്സാക്കപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ വിശ്വാസത്തിന് മേലുള്ള ഒരു കയ്യേറ്റമാണിത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഖഫ് ചെയ്യുക, വഖഫിനെ സംരക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ചുമതല. അതായത് അവസരത്തിൽ ഇവിടെ ഇപ്പോൾ പുതിയ വഖഫ് ഭേദഗതി പാസ്സാക്കുക വഴി വിശ്വാസികളുടെ മേൽ ഗവൺമെൻറ് അമിതമായിട്ടുള്ള കയ്യേറ്റം നടത്തിയിരിക്കുകയാണ്. അത് വിശ്വാസത്തെ വഞ്ചിച്ചിരിക്കുകയാണ്. വഖഫ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയും വഖഫ് മുതലുകൾ വാസ്തവത്തിൽ ദൈവത്തിനാണ് അതിൻ്റെ ആധാരം വിശ്വാസി സമർപ്പിക്കുന്നത്. വഖഫ് ചെയ്യുക എന്നുള്ളത് ഒരു സ്വത്തിൻ്റെ ആധാരത്തെ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഭരണകൂടത്തിന് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. എന്നാൽ ഇപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഭേദഗതിയാണ് ഇപ്പോൾ ഇവിടെ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. രാജ്യത്ത് മുഴുവനും അതിനെതിരെയുള്ള ശക്തമായിട്ട് പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും അതിനുവേണ്ടി അതിൻ്റെ ഒരു പ്രതിഷേധം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 16-ാം തീയതി, ഏപ്രിൽ 16-ാം തീയതി കോഴിക്കോട് കടപ്പുറത്താണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ഏത് പ്രക്ഷോഭവും അത് വിജയിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ വഖഫ് സംരക്ഷണ റാലിയുടെ വിജയത്തിന് വേണ്ടി ഗ്രാമങ്ങൾ തോറും നഗരങ്ങളിലുമെല്ലാം അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശാഖാതലം തൊട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉദ്ബോധനങ്ങൾ, അതുപോലെ അതിലേക്കുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും അത് ശ്രദ്ധിച്ചുകൊണ്ട് ശാഖാതലം തൊട്ട് തന്നെ വഖഫ് സംരക്ഷണ റാലി ഓരോ പ്രവർത്തകനും സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് നമുക്ക് ഈ വഖഫ് സംരക്ഷണ റാലിയിലൂടെ നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണെന്ന ഉത്തമ ബോധ്യത്തോടെ അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമായി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി ഈ വഖഫ് സംരക്ഷണ